ദീസ് ആർ ദി 4 തിങ്സ് നിങ്ങളൊരു പുതിയ ഹിയറിംഗ് എയ്ഡ് മേടിച്ച് യൂസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന 4 കാര്യങ്ങൾ. അതിനകത്തൊന്ന്, ഒരിക്കലും ഒരു ക്ലിനിക്കൽ സെറ്റിങ്ങിൽ നിന്ന് ഹിയറിംഗ് എയ്ഡ് വെച്ച് കേൾക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ പുറത്തോട്ടോ വീട്ടിലോട്ടോ ഇറങ്ങുമ്പോൾ. വൈ? ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ക്ലിനിക്കുകളിലും അവരുടെ റൂം അക്കോസ്റ്റിക് റൂമുകളായിരിക്കും. അവിടെ നിങ്ങൾ ആരുമായിട്ടാണോ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ആയിരിക്കും, സൗണ്ട് ആയിരിക്കും മേജറായിട്ട് കേൾക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു റിയൽ ലൈഫിലോട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെയല്ല. ട്രാഫിക് നോയ്സ്, എക്കോസ്, അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആയിട്ടുള്ള എല്ലാ ശബ്ദ കോലാഹലങ്ങളും നിങ്ങൾ കേട്ട് തുടങ്ങും. സോ അങ്ങനെ ആയിരിക്കും, ആ ഒരു ഓക്വേർഡ് ഫീലിംഗ് കാണും എന്നുള്ളത് ആദ്യമേ മനസ്സിൽ വച്ചിരിക്കാം. 2, നിങ്ങൾക്ക് നിങ്ങൾ സംസാരിക്കുന്ന സൗണ്ട് ഭയങ്കര വിയേർഡായിട്ട് ചിലപ്പം ഫീൽ ചെയ്യും. ഇറ്റ്സ് വെരി നാച്ചുറൽ. അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് ഹിയറിംഗ് എയ്ഡ് വച്ചിട്ട് ആദ്യത്തെ ആഴ്ചകളിൽ നിങ്ങൾക്ക് പത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് എടുത്ത് ഉറക്കെ വായിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ സൗണ്ട് തന്നെ ആ ബ്രെയിന് കേട്ടൊന്ന് ആ ഒരു വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു ഓക്വേർഡ് ഫീലിംഗ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാം. എന്തെങ്കിലും എടുത്ത് ഉറച്ചു വായിക്കുക. ഓക്കെ. 3, നിങ്ങൾ ഇതുവരെയും മിസ്സാക്കിയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മഫിൾഡായിട്ട് കേട്ടുകൊണ്ടിരുന്ന ചില മൈന്യൂട്ട് ശബ്ദങ്ങൾ, മേ ബി സ്വിച്ച് ഇടുന്ന സൗണ്ടുകൾ, അല്ലെങ്കിൽ പത്രം മറിക്കുന്ന സൗണ്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന സൗണ്ട്, നമ്മൾ സ്കാലെടുത്ത് വയ്ക്കില്ല ആ ഒരു സൗണ്ട്. അപ്പം ഇതുപോലത്തെ മൈന്യൂട്ടായിട്ട് കേട്ടുകൊണ്ടിരുന്ന ചില നോയ്സുകൾ ഹിയറിംഗ് എയ്ഡ് വയ്ക്കുമ്പോഴായിരിക്കും നിങ്ങൾ അത് ശകലവും കൂടി അക്നോളജ് ചെയ്ത് തുടങ്ങുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആദ്യത്തെ ആഴ്ചകളിൽ ചിലപ്പോൾ അത് ഭയങ്കര ഓക്വേർഡായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര അൺനാച്ചുറലായിട്ടൊക്കെ ഫീൽ ചെയ്യാം. ബട്ട് ട്രസ്റ്റ് മീ, പതിയെ നിങ്ങൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആകും. ഓക്കെ. 4, ഞാൻ ഈ പറഞ്ഞ എല്ലാ അൺനാച്ചുറലായിട്ടുള്ള എല്ലാ ഓക്വേർഡായിട്ടുള്ള ഫീലിങ്ങുകളും നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമേ അതുമായിട്ട് അഡ്ജസ്റ്റ് ആകണം എന്നുള്ളതില്ല. സോ ഗ്രാജ്വലി ഹിയറിംഗ് എയ്ഡ് വിയർ ചെയ്യുന്നതിൻ്റെ ടൈം കൂട്ടുക. സെയിം ഹിയറിംഗ് എയ്ഡ് മേടിച്ചിട്ട് ആദ്യത്തെ ആഴ്ച ആ ഒരു വിയറിംഗ് ടൈം ഒരു 3 മണിക്കൂറാക്കാം, അടുത്ത ആഴ്ച അതൊരു 3.5 ആക്കാം, പിന്നെ അത് 4 ആക്കാം. അങ്ങനെ ഗ്രാജ്വലി ആ ഒരു വിയറിംഗ് ടൈം കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ. സോ യെസ്, ഞാൻ ഓഡിയോളജിസ്റ്റ് നിഖിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു മെസ്സേജ് മീ. ഓക്കെ.